യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ വാക്യം, 5-ന്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യഹോവയായ കർത്താവ് അരുളി ചെയ്ത, പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനമാണ് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് അത് എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അത് മടങ്ങി വരുമ്പോൾ എന്തിനു വേണ്ടിയാണോ ഞാൻ അയച്ചത് അത് സാധിപ്പിച്ചിട്ടേ അത് എന്ത് ചെയ്യുള്ളൂ, മടങ്ങി വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ ഈ വചനങ്ങളെ നമ്മുടെ സാഹചര്യങ്ങളുടെ നടുവിൽ നാം പലപ്പോഴും ദൈവത്തിന്റെ വചനം നിവർത്തിക്കാൻ മറന്നു പോകുമോ, ദൈവം തന്റെ വചനത്തെ നിവർത്തിക്കാതിരിക്കുമോ, പ്രശ്നസങ്കീർണമായ ദിവസങ്ങളിലും മണിക്കൂറുകളിലും കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ച് പോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അടക്കം അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ദൈവം പറയുകയാണ്, ഞാൻ സംസാരിച്ചത് എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരില്ല. അത് എന്തിനു വേണ്ടി സംസാരിക്കപ്പെട്ടുവോ അത് സാധിപ്പിച്ചു തന്നെ മടങ്ങുള്ളൂ. ദൈവം തരുന്ന കാഴ്ചപ്പാടായാലും ദർശനമായാലും സ്വപ്നമായാലും വചനമായാലും അത് ആർക്ക് കൊടുത്തുവോ, ആരത് വായിക്കുന്നുവോ, ആരത് ഏറ്റെടുക്കുന്നുവോ അവരുടെ ഇടയിൽ അവരുടെ ജീവിതത്തിൽ സാധിപ്പിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് ചിലപ്പോൾ വളരെ പെട്ടെന്ന് സാധിക്കത്തില്ല, ചിലപ്പോൾ വളരെ വൈകിയേക്കാം. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മള് 2:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവ എന്നോട് ഉത്തരമരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പ്രവാചകനായ ഹബക്കൂക്ക് വഴി അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതിങ്ങനെ പറയുകയാണ്, നീ ദർശനം എഴുതുക, നിന്നെ ഞാൻ കാണിച്ച കാര്യം നീ എഴുതി വെക്കുക, ഒരു പലകയിൽ അത് വരയ്ക്കുക, എന്നിട്ട് ഹല്ലേലൂയ, എന്നിട്ട് പറയുകയാണ്, അത് ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം ഒരു പലകയിൽ വരയ്ക്കുക. ഓടിപ്പോകുമ്പോൾ പോലും വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ വ്യക്തമായി ആ ദർശനം എഴുതി വെക്കുക. ദൈവം നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടുകൾ, ദൈവം നമുക്ക് നൽകുന്ന അരുളപ്പാടുകൾ അത് എഴുതി വെച്ച് ഹല്ലേലൂയ അതിനെ നോക്കി അതിന്റെ ഫലപ്രവൃത്തി നിവർത്തിക്ക് വേണ്ടി നോക്കിയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവോട് തുറന്നു പറയുകയാണ്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികളെല്ലാം ഇന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയുന്ന കാര്യം തൊട്ടുപുറകെയോ അടുത്ത ദിവസമോ സംഭവിക്കുന്നതായിട്ട് നാം കണ്ടിട്ടില്ല. കാരണം ദൈവം അരുളി ചെയ്യുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആരുടെ ഇടയിൽ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതിന് ദൈവം എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ദൈവം എഴുതി വെച്ചതൊക്കെ ഇന്നോളം നിറവേറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി നിറവേറാനുള്ളത് നമ്മുടെ കൺമുമ്പിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി പലതും സമീപഭാവിയിൽ നിറവേറുവാനായിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ട്. നമ്മളെ കാണിച്ച കാര്യങ്ങൾക്ക്, ദൈവം നമ്മെ വിളിച്ചപ്പോൾ നമ്മൾ അരുളി ചെയ്ത കാര്യങ്ങൾക്ക് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്, അതിന്റെ നിവർത്തിയിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം തെറ്റുകയില്ല, വൈകി പോയാലും ഹല്ലേലൂയ അതിനായി കാത്തിരിക്കും. ഹല്ലേലൂയ. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ നാം വായിച്ച കുറിവാക്യത്തിൽ യെശയ്യാവിന്റെ അവതരങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷ് പറയുന്നത്, so is my word that goes out from my mouth, it will not return to me empty but will accomplish what I desire and achieve the purpose for which I send it. Hallelujah.
ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിച്ച് മാത്രമേ ആ വചനം മടങ്ങിയുള്ളൂ. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഇസ്രായേൽ യാക്കോബിന്റെ മക്കളിൽ 12 പേരിൽ ഒരുവനായിരുന്നു യോസഫ്. യോസഫിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്രത്യേകമായ അഭിഷേകമുള്ള ഒരു വളരെ ചെറിയൊരു ബാലനായിരുന്നു യോസഫ് എന്നറിയാം. താൻ ധാരാളം ദർശനങ്ങൾ ദൈവം അവനെ കാണിച്ചു കൊടുത്തിരുന്നു. വരുവാനുള്ള കാര്യങ്ങൾ, സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അരുളപ്പാടുകൾ ദർശനങ്ങളായി യോസഫിന് കൊടുത്തു. യോസഫിന് ഈ ദർശനമുള്ളത് കൊണ്ട് യോസഫിന്റെ സഹോദരന്മാർ അവനെ പകച്ചു. അവനെ കാണുമ്പോ വരുന്നുണ്ട്, ദർശനക്കാരൻ വരുന്നുണ്ട്, ഇന്ന് അവൻ എന്താണാവോ നമ്മളെ കുറിച്ച് പറയാൻ പോകുന്നത്, ഇന്ന് എന്താണോ അവൻ തന്നെ ഉയർത്താൻ പോകുന്നത്, അവന്റെ മുമ്പാകെ നമ്മളൊന്നും യാതൊരുവിധ മേന്മയുമില്ലാത്തവരാണ് എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയാണ് അവൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് അവൻ വരുമ്പോൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ അവനുണ്ടാകും. അതുകൊണ്ട് അവന്റെ സാന്നിധ്യവും പോലും അവർ ആഗ്രഹിച്ചില്ല. എന്നാൽ തന്റെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന നാളുകളിൽ നിറവേറ്റപ്പെടാൻ പോകുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് നടത്താൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം യോസഫിന് ദൈവം കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുവോ അതെല്ലാം യോസഫിന് കാണിച്ചു കൊടുക്കും. എന്നാൽ ഈ ദർശനങ്ങൾ നിമിത്തം യോസഫിന് വലിയ കഷ്ടങ്ങളിലൂടെ പോകേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ ഒട്ടകണറ്റിലേക്ക് വലിച്ചെറിയുകയും ഇസ്മായേലിലേക്ക് വിൽക്കുകയും പിന്നീട് പോത്തിഫറിന്റെ ഭവനത്തിൽ പോയി അവനെ വീടുവേല ചെയ്യുകയും അവിടെ വെച്ച് താൻ ചെയ്യാത്ത കുറ്റത്തിനെ പിടിക്കപ്പെട്ട് തടവറയിലാക്കപ്പെടുകയും ചെയ്തു. അവിടെ വെച്ചും ആ തടവറയിൽ കിടക്കുമ്പോഴും ദൈവം അവന് ദർശനങ്ങളെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ താൻ കനാനിലായിരുന്നപ്പോൾ തന്റെ സഹോദരന്മാരോട് വർണ്ണിച്ച ആ സ്വപ്നം നിവർത്തിക്കേണ്ടത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് യോസഫിനെ ദൈവം കുണ്ട്രയിൽ ഉയർത്തി ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരിക്കലും താൻ കാണിക്കുന്ന ദർശനം, താൻ കൊടുക്കുന്ന വചനത്തെ ഒരിക്കലും ദൈവം നിവർത്തിക്കാതിരിക്കത്തില്ല. അത് ചിലപ്പോൾ പല പ്രശ്നങ്ങളിലൂടെ, ചിലപ്പോൾ ദീർഘനാൾ എടുത്തേക്കാം. എങ്കിലും ദൈവം തന്റെ വചനത്തെ നിവർത്തിക്കാൻ ഒരിക്കലും വൈകയില്ല എന്ന് നാം വായിച്ചു. പ്രൈസ് ദി ലോർഡ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചില്ലേ? നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചതിന് ബദാം വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗ്രതകൊള്ളും എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവാചകനോട് ദൈവം പറയുകയാണ്, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്തുകൊള്ളും? ഞാൻ ജാഗരിച്ചുകൊള്ളും എന്നാ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ബൈബിളിലെ യെരമ്യാ പ്രവാചകനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്ന വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ്. നിലവിളിക്കുന്ന അല്ലെങ്കിൽ വിമ്മിക്കറിയുന്ന പ്രവാചകൻ. തന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളുടെയോ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെയോ പേരിലല്ല യെരമ്യാവ് നിലവിളിച്ച് കരയുന്നത് അല്ലെങ്കിൽ വീപ്പ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇസ്രായേൽ ജനത്തിന്റെ മത്സരബുദ്ധിയും അനുസരണക്കേടും അവർ തമ്മിലും ദൈവത്തോടുമുള്ള അവരുടെ വഷളത്വവും ധിക്കാരവും നിമിത്തം ഏറ്റവും അധികം ഭാരപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു യെരമ്യാവ്. വളരെ ചെറുപ്പത്തിലെ തന്നെ പ്രവാചക ശുശ്രൂഷ ലഭിച്ച അപൂർവം പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ഈ യെരമ്യാവ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അതിന്റെ ആദ്യ ഭാഗം വായിക്കുമ്പോൾ യഹോവയുടെ 3-ാം വാക്യത്തിൽ അരുളപ്പാടുണ്ടായി. ആമോന്റെ മകനായ യോശിയാവിന്റെ കാലത്ത് അവന്റെ കാഴ്ചയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. യഹൂദ രാജാവായ യോശിയാവിന്റെ മകനായ ഹോശേയാക്കിന്റെ കാലത്തും യഹൂദ രാജാവായ യോശിയാവിന്റെ മകനായ സിദെക്കിയാവിന്റെ 11-ാം ആണ്ടിൽ അവസാനം വരെയും 5-ാം മാസത്തിൽ യെരുശലേം വരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത് വരെയും തന്നെ അങ്ങനെ ഉണ്ടായി. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഓരോരുത്തരെയും ദൈവം
അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ അറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം എന്നെ അറിഞ്ഞില്ലയോ, അറിയുന്നില്ലയോ, ഞാനൊരുത്തർ ഇവിടെ ഉള്ളത് അവൻ കാണുന്നില്ലയോ എന്നുള്ള വിചാരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ പറയാണ്, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തനിക്ക് കുഞ്ഞുനാളിൽ, ഓർമ്മ വെച്ച നാളിൽ അവനോട് യഹോവ പറയാണ്, ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഉരുവാക്കിയ നാളിനെ കണ്ടു, എന്നിട്ട് നിന്നെ ഞാൻ ജാതികൾക്ക് പ്രവാചകനാക്കിയിട്ടാണ് ഉരുവാക്കിയത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യിരെമ്യാവ് പറയണം, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവനറിയാം മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരൊക്കെ വളരെ ശക്തിയേറിയ പ്രവചനങ്ങൾ ഇസ്രായേലിന് വിരോധമായി സംസാരിക്കുന്നവർ കേട്ടിട്ടുണ്ട്. ഇപ്പോ ഞാൻ നിന്നെ വളരെ ചെറുപ്പത്തിലെ ഇസ്രായേലിന് പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ബാലനല്ലോ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കുഞ്ഞാണ്. അപ്പോൾ അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന എവിടെയും ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും സംസാരിക്കുകയും വേണം, നീ അവരെ ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോ വളരെ ചെറിയ പ്രായത്തിൽ ബാലനായിരിക്കെ തന്നെ ദൈവത്തിന്റെ അരുളപ്പാട് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ വചനങ്ങളെ ഞാൻ നിന്റെ വായിൽ തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എങ്ങനെയുള്ള വചനം നിൽക്കുന്നത്? നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. അപ്പോ തന്നെ എന്തിനു വേണ്ടി വിളിച്ചുവെന്ന് തനിക്ക് താങ്ങാൻ പറ്റാത്ത, തനിക്ക് ചിന്തിക്കാൻ കഴിയാത്ത വലിയ ഒരു പവർഫുൾ മിനിസ്ട്രി, ഒരു വലിയ പ്രോഫറ്റിക് മിനിസ്ട്രി കൊടുത്തിട്ട് പറയുകയാണ്. അപ്പൊ യിരെമ്യാവിന് അറിയാം, മുമ്പേ വന്ന വലിയ വലിയ പ്രവാചകന്മാർ പറഞ്ഞിട്ട് ഇവന്മാരാരും ഒന്നും കേട്ടിട്ടില്ല, അനുസരിച്ചിട്ടില്ല. ഈ മത്സരികൾ, ഈ ധിക്കാരികൾ ദൈവത്തെ പരസ്യമായി നിന്ദിക്കുകയും തമ്മിൽ വഷളത്വം കാണിക്കുകയും ജീവനുള്ള ദൈവത്തെ തെളിച്ചു കളയുകയും ചെയ്തു. അത് ചോദ്യം ചെയ്ത പ്രവാചകന്മാർ, വലിയ വലിയ പ്രവാചകന്മാർ വന്നു, അവരാരും പറഞ്ഞ ദൈവന്മാർ കേട്ടിട്ടില്ല. അതുകൊണ്ട് ബാലനായ ഞാൻ ഇവരോട് പോയി എന്ത് പറയും? ഇതായിരുന്നു യിരെമ്യാവിന്റെ മനസ്സിലെ കാഴ്ചപ്പാട്. അവിടെയാണ് നാം വായിച്ച 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചത്, ഹല്ലേലൂയ, യിരെമ്യാവേ നീ എന്ത് കാണുന്നു ചോദിച്ചു. ബദാം അല്ലെങ്കിൽ ജാഗ്രത് വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളുമെന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് നിവർത്തിക്കാൻ വേണ്ടി ഞാൻ ജാഗരിച്ചു കൊള്ളും എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ then the Lord said to me, you have seen well, for I am watching over my word to perform. ഞാൻ എന്റെ വചനം പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നുള്ള, ഞാൻ സംസാരിച്ച വചനത്തെ നീയാണ് പറഞ്ഞതെങ്കിലും ഞാനാണ് നിന്റെ വായിൽ തന്നത്. നീ അത് പറഞ്ഞെങ്കിൽ നീ അത് പേടിക്കണ്ട, നീ പറഞ്ഞതിനെ പ്രവർത്തിക്കാൻ ഞാൻ അതിന്മേൽ ജാഗരിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. നിന്റെ വായിൽ ഞാൻ തന്ന വചനം എന്റെ വചനമാണ്. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ അതിന്മേൽ ജാഗരിച്ചു കൊള്ളാം. അത് എപ്പോൾ ഫലിക്കുന്നു, എപ്പോൾ അത് പെർഫോം ചെയ്യുന്നു എന്ന് നീ നോക്കണ്ട, നീ പോയി കൽപ്പിക്കുക, ഞാൻ ജാഗരിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം കൽപ്പിച്ചത് പ്രവർത്തിക്കാൻ അതിന്മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന ദൈവം. അതിന് സമയമുണ്ട്. നമുക്കറിയാം, BC 700-കളിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ് ആമോസിന്റെ മകനായ യെശയ്യാവ്. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ
ഏറ്റവും വലിയ പ്രവാചകനാണ് യെശയ്യാവ്. യെശയ്യാവിന്റെ പുസ്തകം 66 പുസ്തകമാണ്. ബൈബിൾ 66 പുസ്തകം. ബൈബിളിൽ ഉള്ളിനകത്തുള്ള ഏതോ ഒരു ഫോണിന്റെ അൺമ്യൂട്ട് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. പ്രൈസ് ദി ലോർഡ്. ആരുടെയോ ഫോൺ അൺമ്യൂട്ട് ചെയ്യാനുണ്ട്, മ്യൂട്ട് ചെയ്യാനുണ്ട്, അതൊന്ന് മ്യൂട്ട് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ 66 പുസ്തകങ്ങൾ മുഴുവൻ ബൈബിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന, സൃഷ്ടി മുതൽ നിത്യത വരെയും ഈ 66 പുസ്തകത്തിലുണ്ട്. അപ്പം ബൈബിളിനകത്തെ ഈ ബൈബിൾ എന്ന് പറയുന്ന ഈ 66 പുസ്തകം, 66 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിന്റെ രചയിതാവായ യെശയ്യാവ് ഹല്ലേലൂയ ഒരു പ്രവചനം പ്രവചിച്ചു. ആ പ്രവചനം തന്റെ 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും എന്നൊരു പ്രവചനം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, സയൻസിന്, ശാസ്ത്രത്തിന് ഇന്നും കഴിയാത്ത ഒരു കാര്യമാണ് കന്യക ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അപ്പം യെശയ്യാവ് കിട്ടിയ പ്രവചനം സംസാരിച്ചു, അല്ലെങ്കിൽ ചുരുളുകളിൽ എഴുതി വെച്ചു. എന്നിട്ട് യെശയ്യാവ് പറഞ്ഞു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ കന്യക, നമുക്കറിയാം, ഒരു കന്യക ഗർഭം ധരിച്ചു. പക്ഷെ യെശയ്യാവിന്റെ പ്രവചന കാലഘട്ടത്തിലോ യെശയ്യാവിന്റെ അടുത്ത തലമുറയിലോ ആ പ്രവചനം നിറവേറിയില്ല. 7 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അതിനെ നിവർത്തിപ്പാൻ ജാഗരിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. നീ പറഞ്ഞാ മതി, അത് നിന്റെ തലമുറയിലോ അടുത്ത തലമുറയിലോ അതിന്റെ അടുത്ത 5-6 തലമുറകളിലോ സംഭവിച്ചില്ലെങ്കിൽ 5-6 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം അത് സംഭവിപ്പിക്കും. കാരണം ഇത് സംസാരിച്ചത് ഞാനാണ്. അത് പ്രവർത്തിക്കേണ്ട സമയം വരുമ്പോൾ ഞാൻ അതിനെ നിവർത്തിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ അവരുടെ ദേശം വിട്ട് ക്ഷാമനിമിത്തം മിസ്രൈമിലേക്ക് പോകുമ്പോൾ തന്നെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ സന്തതി തന്റേതല്ലാത്ത ദേശത്ത് പരദേശിയായി 400 സംവത്സരം പാർക്കും, പിന്നെ ഞാൻ അവരെ വിടുവിച്ചുകൊണ്ടുവരും. 400 സംവത്സരം, 430 സംവത്സരമായി ഇസ്രായേൽ മക്കളുടെ ഹൃദയകാഠിന്യം കണ്ടെത്തും. എങ്കിലും ദൈവം ആ വാഗ്ദത്തത്തെ, ആ വചനത്തെ ജാഗരിച്ചുകൊണ്ടിരുന്നു. തക്ക സമയമായപ്പോൾ ദൈവം തന്റെ വാഗ്ദത്ത വചനം തന്റെ പ്രവാചകനായ അബ്രഹാമിനോട് അരുളിച്ചത് വചനത്തെ ദൈവം നിവർത്തിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ അടിമ വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി, തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ദൈവമാണ്. യെശയ്യാവ് 45:23 അവൻ പറയുന്ന, I have sworn by myself, the word is gone out of my mouth in righteousness and shall not return. എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ വായിക്കുക. അപ്പൊ ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം നീതിയുള്ള വചനമാണ്. അത് മടങ്ങയില്ല, അത് അയച്ച കാര്യത്തെ സാധിപ്പിച്ചു വരും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവചനങ്ങളെ നിറവേറ്റുവാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ദൈവം. യെശയ്യാവ് 44:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. ഇപ്പോഴോ എന്റെ 44:1 വരുന്നുണ്ട് അല്ലേ? ആണോ? ഓക്കെ. ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കാം. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യെശൂരനെ, നീ ഭയപ്പെടണ്ട. ദാഹിക്കുന്ന നിലത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന് മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ
ഓരോ ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. അത് കേവലം ഇസ്രായേലിന് മാത്രമുള്ളതല്ല. നാം പറയുമായിരിക്കും പഴയ നിയമം ഇസ്രായേലിന്റെ പുസ്തകമാണ്. അല്ല, ഇസ്രായേലിന്റെ പുസ്തകമായിരുന്നു. അത് ആത്മീയ ഇസ്രായേലായ നമ്മളുടെ വാഗ്ദത്ത പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 45-ന്റെ 1-3 കൂടി വായിക്കാം. യഹോവ തന്റെ അഭിഷിക്തനായ കോരസിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അറക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവനെ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലെ തകർത്ത് ഇരുമ്പ് ഓടാമ്പലുകളെ ഒടിച്ചു കളയുകയും ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ് പ്രതിബന്ധങ്ങളെ തച്ചുടയ്ക്കുക, നമുക്കെതിരെ നിൽക്കുന്ന മതിലുകളെ തകർക്കുക. ഇതൊക്കെ ദൈവം ചെയ്യും. നാം അവന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു. അപ്പോ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ റോമിലെ സഭയോട്, റോമിലുള്ള ക്രിസ്തു സഭയോട് പറയുകയാണ്. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: ആകയാൽ യഹൂദന് എന്ത് വിശേഷത? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നെടുത്തോട്ടെ. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നത് റോമിലെ ക്രിസ്തീയ സഭയോടാണെങ്കിലും ഈ ചോദ്യം അവിടെയുള്ള സഭയോടല്ല. കാരണം തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ് യഹൂദനെയും യവനെയും സംബന്ധിച്ചാ പറയും. എന്ന് പറഞ്ഞാൽ യഹൂദന് മതാനുഷ്ഠാനങ്ങളും ന്യായപ്രമാണമുണ്ട്. അതുപോലെ യവനന്മാർക്ക് അവരുടെ ജാതീയ ആചാരങ്ങളും വിഗ്രഹാരാധനയും സംസ്കാരങ്ങളും ഉണ്ട്. ഇവർക്ക് ഒരു വെള്ള സാധനം കണ്ടോ? അപ്പം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ഉള്ളവർക്ക് എന്ത് വിശേഷത എന്നാണ് ചോദിക്കുന്നത്. അത് ദൈവസഭയ്ക്കല്ല, നമുക്ക് വിശേഷതയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നാം വിശേഷ ജാതിയാണ്. പത്രോസ് അപ്പോസ്തലൻ നാം ആരാണ്? നാം തെരഞ്ഞെടുക്കപ്പെട്ടവരും. 2:9 1 പത്രോസ് 2:9 പറയാണ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നാം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനവും ആകുന്നു എന്നാണ്. അപ്പം ഇവിടെ പോൾ സംസാരിക്കുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവത്തിന്റെ സ്വന്തം ജനവും എന്ന് അവകാശപ്പെടുന്ന യഹൂദന് എന്ത് സവിശേഷത? എന്നിട്ട് പറയുകയാണ്, ഒരു വിശേഷതയില്ല. ഒരു വിശേഷതയുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ആമേൻ. ആദാം മുതൽ ഇങ്ങോട്ടുള്ള സകല മനുഷ്യരും ദൈവം പറയുന്ന പേരാണ്, ഒരുത്തനും നീതിമാനില്ല, ഒരുത്തനും ദൈവത്തെ അനുസരിക്കുന്നവരില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവരില്ല. എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ബൈബിളിൽ പല സ്ഥലത്തും പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ
കൊള്ളരുതാത്തവർ എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസ് തന്നെ സ്വയം ഒരിക്കൽ പറഞ്ഞു, മറ്റുള്ളവരോട് സുവിശേഷം അറിയിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് കീഴടക്കുന്നുണ്ട്. അപ്പൊ പൗലോസ് സുവിശേഷം പ്രസംഗിച്ചിട്ട് പോയിട്ട് പിന്നെ അസാൻമാർഗീയ ജീവൻ നയിക്കുമെന്നോ തെറ്റിപ്പോകുമെന്നോ ഉള്ള പേടി കൊണ്ടാണോ? അല്ല. അപ്പൊ പക്ഷെ ഇംഗ്ലീഷിൽ നമ്മളെ വായിക്കുമ്പോൾ അതിന്റെ വാക്യത്തിന് വേറൊരു മീനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ കൊള്ളരുതാത്തവൻ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം നമുക്കിത് വായിക്കാം. They are all gone out of the way. They are together become unprofitable എന്നായിരുന്നു. എന്ന് വെച്ചാൽ ലാഭമില്ലാത്തവരായിപ്പോയി, പ്രയോജനമില്ലാത്തവരായിപ്പോയി അല്ലല്ലോ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇത്ര സംവത്സരങ്ങൾ നാം ജീവിച്ചു, എന്ത് പ്രയോജനം, ആർക്കെന്ത് പ്രയോജനം ഞാൻ ജീവിച്ചത് കൊണ്ട്, എന്നെ കൊണ്ട് ആർക്കെന്ത് പ്രയോജനം, എന്നെ കൊണ്ട് ഒരു ഭൂമിക്ക് ഭാരമാണോ ഞാൻ എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും നാം ചിന്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്ന വാക്ക് എന്താണ്? They are all gone out of the way. They are together become unprofitable. ആർക്ക് ലാഭത്തിനാ? നമുക്ക് ലാഭമല്ല. നമുക്ക് ലാഭം ഉണ്ടാകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആർക്കാണ് ലാഭം? പ്രൈസ് ദി ലോർഡ്. നാം ജീവിക്കുന്ന ദൈവത്തിന് ലാഭം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ഈ ലോകം ഒരു വിശ്വാസികൾ ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റുന്ന ലോകമല്ല. അപ്പോ എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസം മറ്റൊരുവിന് പ്രയോജനമാകുമ്പോഴാണ് നാം ജീവിക്കുന്നത് സ്വർഗത്തിന് ലാഭമായി മാറുന്നത്. നാം നമുക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുകയും നമുക്ക് കിട്ടുന്ന പണം നാം നമുക്ക് വേണ്ടി ചെലവഴിക്കുകയും നമ്മുടെ മക്കൾക്ക് വേണ്ടി നീക്കിവെക്കുകയും ബാലൻസ് ആക്കി വെക്കുകയും ചെയ്തിട്ട് നമുക്ക് പറയാം, ഞാൻ ആരോടൊന്നും മേടിക്കുന്നില്ല, പക്ഷെ ഞാൻ ആർക്കൊന്നും കൊടുക്കുന്നില്ല. ആമേൻ. അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല. ദൈവത്തിന്റെ കൺമുമ്പിൽ നാം ചെയ്യുന്ന പ്രോഫിറ്റ്, ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ലാഭമുള്ള ജീവിതമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ലാഭകരമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 30-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. സാംസ് 30:9. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അപ്പം നാം ജീവിക്കുന്നത്, ഇവിടെ ദാവീദ് പറയാണ്, ഞാൻ കുഴിയിൽ പോയാൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ദാവീദ് പറയുന്നത് ഞാൻ മരിച്ചു പോയാൽ. കുഴിയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇംഗ്ലീഷ് പറയണ ആംപ്ലിഫൈഡ് ബൈബിളിൽ പറയാം, വാട്ട് പ്രോഫിറ്റ് ഈസ് ദെയർ ഇൻ മൈ ബ്ലഡ്. എന്റെ രക്തത്തിൽ എന്നുള്ളതിന് ബ്രാക്കറ്റിൽ എന്റെ മരണം കൊണ്ട് ആർക്കെന്ത് ലാഭം? ഞാൻ കുഴിയിൽ പോയാൽ ആർക്കെന്ത് ലാഭമുള്ളൂ? ഇഫ് ഐ ഗോ ഡൗൺ ടു ദി പിറ്റ് എന്ന് വെച്ചാൽ ഗ്രേവ്, ശവക്കുഴിയിൽ ഞാൻ പോയാൽ. ഹല്ലേലൂയ. കാരണം വിൽ ദ ഡസ്റ്റ് പ്രൈസ് യു, ധൂളി പൂഴി നിന്നെ സ്തുതിക്കുമോ? ഹല്ലേലൂയ. വിൽ ഇറ്റ് ഡിക്ലെയർ യുവർ ഫെയ്ത്ത്ഫുൾനെസ് ടു മാൻ. നിന്റെ വിശ്വസ്തതയെ കുറിച്ച് ആ പൂഴി മനുഷ്യരോട് സംസാരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം ജീവിച്ചിരിക്കുമ്പോ, നാം വെറുതെ ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് തനിക്ക് താൻ മാത്രമായിട്ട് ജീവിച്ച് നാം ഒരു നാൾ മണ്ണിലേക്ക് പോകും. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവരെല്ലാം മണ്ണിലേക്ക് പോകും. ഒരു മനുഷ്യനും എന്ന് ഒരു ഒഴികഴിവ് പറയാൻ കഴിയില്ല. മരണം എന്നുള്ള യാഥാർത്ഥ്യം സകല മനുഷ്യർക്കും കടന്ന് പോയേ മതിയാകും. നമ്മുടെ ഉറക്കത്തിലോ നമ്മൾ അതിനെക്കുറിച്ച് അറിയാതിരിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള വലിയ ആക്സിഡന്റിൽ നമുക്ക് വലിയ വണ്ടികളുടെ മുമ്പിലൊക്കെ വന്ന് ചാടിയിട്ടുള്ളൂ, 10-16 ടയറുള്ള ട്രക്കിനെ കടിച്ചെന്ന് വണ്ടി പോയി കയറിയിട്ടുള്ളവരൊന്നും അവർ മരിച്ചു പോയവരും അറിഞ്ഞിട്ടില്ല. വേദന എന്തെന്ന് അറിയാതെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോ നമ്മുടെ മരണം നമുക്ക് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തീവ്ര രോഗത്തിന്റെ നാളുകളിൽ മരണത്തെ മുഖാമുഖം കണ്ടുപോയി നമുക്ക് മരിക്കാം. എന്നാൽ നാം അറിയാതെ നമുക്ക് മരിക്കാം. നാം അറിഞ്ഞോ ആകട്ടെ അറിയാതെ ആകട്ടെ
സുനിശ്ചിതമായ ഒരു യാഥാർത്ഥ്യമാണ് മരണം. എന്നാൽ ഈ മരണത്തിനപ്പുറം നമുക്കൊരു പ്രത്യാശയുണ്ട് എന്നുള്ളത് പ്രസ്താവിക്കുന്ന ഒരു ഗ്രന്ഥമേ ലോകത്തുള്ളൂ. അത് വിശുദ്ധ വേദപുസ്തകമാണ്. അതല്ലാതെ ലോകത്തിലെ മതഗ്രന്ഥങ്ങളൊന്നും മനുഷ്യന്റെ മരണശേഷം ഉള്ളൊരു ന്യായവിധിയെക്കുറിച്ചോ മരണശേഷമുള്ള പ്രത്യാശയെക്കുറിച്ചോ പറയുന്നില്ല. കാരണം അതെല്ലാം മതഗ്രന്ഥങ്ങളാണ്. എന്നാൽ നാം കൈകളിലേന്തുന്ന വിശുദ്ധ വേദപുസ്തകം ഒരു മതത്തിന്റെ ഗ്രന്ഥമല്ല, ഇത് ക്രിസ്ത്യാനിയുടെ ഗ്രന്ഥമല്ല, ഇത് മനുഷ്യനെ ദൈവമാക്കുവാനുള്ള ദൈവത്തിന്റെ വചനം. ഗോപിനാഥ് മുതികാട് ബൈബിളിനെ കുറിച്ച് പറഞ്ഞു, ബൈബിൾ മനുഷ്യനെ ദൈവമാക്കുന്ന ഗ്രന്ഥം. പ്രൈസ് ദി ലോർഡ്. അത് ക്രിസ്ത്യാനിയെ ദൈവമാക്കുന്ന ഗ്രന്ഥമല്ല, മനുഷ്യനെ ദൈവമാക്കുന്ന ഗ്രന്ഥമാണ്. മനുഷ്യന്റെ മേൽ കിടക്കുന്ന എഴുത്തുകളെ വായിച്ചു കളയുന്നതാണ്. അവനെതിരെയുള്ള ആളുകളെ തിരുത്തിക്കളയുന്നതാണ്. അവൻ കടന്നു പോകുന്ന കഷ്ടതകളെ കൈപിടിച്ചു ഉയർത്തുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ വേദഗ്രന്ഥം. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് ധൈര്യമായിട്ട് പറയാം, ഇത് എന്റെ പുസ്തകമല്ല, ഞാൻ പ്രതിദാനം ചെയ്യുന്ന വിശ്വാസ പ്രമാണത്തിന്റെ പുസ്തകമല്ല, ഇത് സ്വർഗത്തിലെ ദൈവം സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ പുസ്തകമാണ്. അതുകൊണ്ടാണ് മുസ്ലിമുകളും ഹിന്ദുക്കളും നാനാജാതി മതസ്ഥരും ഇന്ന് പുസ്തകമെടുത്ത് ദൈവത്തിന്റെ മക്കളായി മാറുന്നത്. ബാക്കിയുള്ള എല്ലാ മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ മതഗ്രന്ഥമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മതത്തിന്റെ ചട്ടക്കൂടുകളിൽ തളച്ചിടുവാൻ മാത്രമേ അതിന് കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം പാപപരിഹാരങ്ങൾ ചെയ്താലും, ആണ്ടോടാണ്ട് നമ്മൾ പളനിക്ക് പോയാലും, ആണ്ടോടാണ്ട് നമ്മൾ ഉമ്മയ്ക്ക് പോയാലും, ആണ്ടോടാണ്ട് നമ്മൾ ശബരിമലയ്ക്ക് പോയാലും, വേളങ്കണ്ണി പോയാലും, അതുപോലെ തന്നെ പിൽഗ്രീം സെന്ററുകളിൽ പോയാലും അതൊന്നും നമുക്ക് യാതൊരു വിടുതലും നൽകുന്നില്ല. എന്നാൽ ഒരുവൻ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ദൈവം സമാധാനം നൽകും. അവന്റെ പ്രശ്നങ്ങൾ, അവനെതിരെയുള്ള ചുവരെഴുത്തുകളെ മായ്ച്ചു കളയും. അവനെതിരെയുള്ള നിയമങ്ങളെ ലിഖിതമാകട്ടെ അലിഖിതമാകട്ടെ അതിനെ മായ്ച്ചു കളയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം മറ്റാരുമല്ല, നിന്നെ ഉണ്ടാക്കിയ ഒരേ ഒരു ദൈവമാണ്. ആ ഉണ്ടാക്കിയവൻ തന്നെയാണ് ജഡമെടുത്ത് ലോകത്തിൽ വന്ന് നിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് നിന്നെ വീണ്ടെടുത്ത് പുത്രനാക്കി മാറ്റിയത്. നീ പുത്രനാണെങ്കിൽ നിന്നെ അവകാശിയുമാക്കിയ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം ജീവിക്കുമ്പോൾ നാം കണക്ക് വെച്ചല്ല ജീവിക്കേണ്ടത്. നാം ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, വലത്തെ കൈ ചെയ്യുന്ന ഇടത്തെ കൈ പോലും അറിയരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സൽക്കർമ്മങ്ങൾ കർത്താവ് പറഞ്ഞു, നീ അത് പുരമുകളിൽ കോറി ഘോഷിക്കരുത്. നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ്, ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനാണ്, ഞാൻ ആ സഹോദരനെ സഹായിച്ചു, ഈ സഹോദരിയെ സഹായിച്ചു എന്ന് സഹായിച്ചിട്ട് നീ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രതിഫലം കിട്ടി, നിന്റെ പ്രതിഫലം പോയി. പ്രൈസ് ദി ലോർഡ്. നിന്റെ കയ്യിൽ നിന്ന് കാശ് പോയി മാത്രമേ ഉള്ളൂ, പ്രതിഫലം അവർക്ക് മാത്രമേ ഉള്ളൂ. ആ പൈസയും കിട്ടി, നിനക്ക് ദൈവം പ്രതിഫലം കൊടുക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റേതെന്ന് പറയാൻ ഒന്നുമില്ല. ഈ ആയുസ്, ഈ ജീവൻ, നീ അനുഭവിക്കുന്ന സമ്പത്ത്, സമാധാനം, നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, നിന്റെ കുടുംബം, നിന്റെ വസ്തുവകൾ, നിന്റെ ജോലി, നിന്റെ തൊഴിൽ എല്ലാം എന്റെ ദാനം. ഞാൻ തന്നതല്ലാതെ നിനക്ക് എന്താണുള്ളത്? ഞാനല്ലേ നിന്റെ ജീവനെ പരിപാലിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിനക്ക് തന്നത്, നീ ജീവിച്ചിരിക്കും മറ്റൊരുത്തനെ കൊടുക്കുമ്പോൾ, ഇല്ലാത്തവനെ സഹായിക്കുമ്പോൾ നിന്റെ ജീവിതം ലാഭമുള്ള ജീവിതമായി മാറും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ലാഭമുള്ള ജീവിതമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, they are all gone out of the way, they are together become unprofitable, there is none that doeth good, not one. ഒരുത്തനുമില്ല നന്മ മാത്രം ചെയ്യുന്നവൻ, മറ്റൊരുത്തനും ഒരു മനുഷ്യനുമില്ല നന്മ ചെയ്യുന്നവൻ. അതുകൊണ്ട് ആരുമില്ല എന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ ലാഭമില്ലാത്തവരായി തീർന്നു, ഒരുപോലെ പ്രയോജനമില്ലാത്തവരായി തീർന്നു. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി ഈ ലോകത്തിന് പ്രയോജനമുള്ളവനായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ കർത്താവ് പറയുകയാണ്, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടി മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 15:9 1. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നാം ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ബന്ധിക്കപ്പെട്ടവനാണെങ്കിൽ, പുതിയ സൃഷ്ടി എന്നുള്ള നിലയിൽ നീ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ എന്നിൽ കായ്ക്കണം. പ്രൈസ് ദി ലോർഡ്.
ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുമ്പോൾ, നിന്നെ ഞാൻ എന്നോട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളപ്പോൾ നിന്റെ കൊമ്പുകളിൽ എന്ത് കായ്ക്കണം? എന്റെ ഫലങ്ങൾ കായ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഭൂമിയിൽ വന്ന് ചെയ്തതൊക്കെയും നീ ചെയ്യണം. നീ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം, മറ്റുള്ളവരെ നീ സഹായിക്കണം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിനക്ക് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം, ഗുണകരമായ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. നിന്റെ സാന്നിധ്യവും സാമീപ്യവും അവർക്ക് ആശ്വാസപ്രദമാകണം, അനുഗ്രഹമാകണം, മറിച്ച് കൈപ്പാകരുത്. അങ്ങനെ നിങ്ങൾ എന്റെ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ കർത്താവ് പറയാണ് വെട്ടി തീയിലിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു വേ ഓഫ് ലൈഫാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി എന്ന് നമ്മൾ വിളിക്കുന്നത്. സത്യത്തിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭൂരിഭാഗം വരുന്ന ക്രിസ്തു സഭകൾ, അത് മതങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോയി. നാം ജനിച്ചു വളർത്തപ്പെട്ടത് ക്രിസ്തു മതത്തിലാണ്. എന്നാൽ ചില വർഷങ്ങൾക്കിപ്പുറം നാം ക്രിസ്തു മതം വിട്ട് ക്രിസ്തു മാർഗത്തിലേക്ക് വന്നു. മതത്തിന്റെ പാരമ്പര്യങ്ങൾ നമ്മൾ കുടഞ്ഞെറിഞ്ഞ് ഈ ക്രിസ്തുവിലേക്ക് നാം ഗ്രാഫ്റ്റ് ചെയ്യപ്പെട്ടത് ക്രിസ്തുവിന്റെ ഫലം കായ്ക്കാനാണ്. കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയുമെന്ന് ദൈവത്തിന് വചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നാം വെട്ടിക്കളയപ്പെടണമോ, നാം അതിന്റെ ഫലം കായ്ക്കണമോ, നാം പ്രോഫിറ്റബിൾ ആയി തീരണമോ, നമ്മുടെ ജീവിതം കൊണ്ട് മനുഷ്യർക്ക് പ്രയോജനം ഉണ്ടാകണമോ എന്നുള്ളത് തീരുമാനം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. നാം ഇത് ചെയ്തു പോരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കറിയാം, എന്നാൽ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? മനുഷ്യൻ കഷ്ടതയിലാകുമ്പോൾ അവൻ കർമാനുഷ്ഠാനങ്ങളുടെ പുറകെ പോകും. അവൻ എവിടെയാണ് തനിക്ക് ശാന്തത കിട്ടുന്നത്? അനേകര് പോകുന്നത് മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക്. സ്വസ്ഥത കിട്ടാൻ വേണ്ടി സുബോധത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നാൾതോറും അവൻ അകന്നകന്ന് പോകുക. ഒരു രക്ഷാമാർഗം അവന്റെ മുമ്പിൽ ഉണ്ടായിട്ട് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ രക്ഷ സ്ഥാപിച്ചത്, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലോകത്തിൽ ആരാണ് താക്കോലില്ലാത്ത ഒരു താഴുമില്ല എന്ന് വെച്ചാൽ താക്കോൽ താഴുണ്ടെങ്കിൽ താക്കോലുണ്ട്. അത് താഴാകുന്നത് അത് തുറക്കാനും പൂട്ടാനും സൗകര്യമുള്ള ഒരു ചാവി അതിലുള്ളത് കൊണ്ടാണ് അത് താഴിൽ മാറുന്നത്. അതുകൊണ്ട് ഒരു താക്കോലില്ലാത്ത ഒരു താഴുമില്ല. ഒരു താഴൊരു ബന്ധനമാണെങ്കിൽ താക്കോൽ അത് തുറക്കുവാനുള്ള മാർഗമാണ്. പ്രൈസ് ദി ലോർഡ്. ആ താക്കോൽ ദൈവത്തിന്റെ വചനമാണ്. ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് ഇച്ഛിക്കുന്ന കാര്യത്തെ പ്രവർത്തിക്കാതെ മടങ്ങില്ല. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യെരമ്യാ പ്രവചനത്തിൽ പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനായില്ല, ക്ഷേമത്തിനെത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ദൈവത്തിന് നാമൊക്കെ ഓർക്കും, നാം തള്ളപ്പെട്ടവനാണോ? ആരും എനിക്കില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഈ വൃക്ഷവൃത്തത്തിൽ നിന്ന് എന്നെ പുറത്തു കിടക്കാൻ ആരുമില്ല എന്ന് നാം കരുതുന്നുണ്ടെങ്കിൽ അവന്റെ നടുവിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ താക്കോൽ കൈവശമുള്ളവനാണ്. അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം പറയാണ്, ദാവീദിന്റെ താക്കോൽ ഉള്ളവനും അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്തവൻ. അടഞ്ഞ വാതിലുകളുണ്ടോ? ഭാരപ്പെടണ്ട, തുറക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. അവന്റെ പിന്നാലെ നടന്നാൽ ഒരിക്കലും നിനക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അവൻ നിന്നോട് ദാനധർമ്മങ്ങളെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, അവന് പാദസേവ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവൻ ചെയ്യുമ്പോഴൊക്കെ നീ എനിക്ക് തന്നെ ചെയ്യും. മനുഷ്യനെ നമ്മുടെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ആരായാലും, ഏത് മതസ്ഥരായാലും അവർക്ക് നന്മ ചെയ്യുക. അതാണ് ക്രിസ്ത്യാനിയുടെ മാർഗം. ക്രിസ്ത്യാനിക്ക് മാത്രം നന്മ ചെയ്യുന്നവനല്ല, ക്രിസ്ത്യാനി മനുഷ്യർ നന്മ ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് ഇതര വ്യത്യാസങ്ങളിൽ നിന്നും ക്രിസ്ത്യാനിറ്റി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ യഥാർത്ഥ ക്രിസ്ത്യാനി എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിന്റെ കണ്ണുകൊണ്ട് കാണുന്നു. കുറവുള്ളവനെയും വലിയവനെയും ചെറിയവനെയും എല്ലാം കാണുവാൻ ഉള്ള കാഴ്ചപ്പാട് നൽകും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം പ്രോഫിറ്റബിൾ എന്ന് പറയുവാൻ ദൈവം ഇടയാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇപ്പോഴും ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഒരു 1-ാമത്തെ വാക്യമല്ലേ, 10-1. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ അല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. അവിടെ ചെന്നിർത്താം. നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ മതങ്ങൾക്കും
യഹൂദ മതത്തിനും അവരുടേതായ നിയമങ്ങളും നിയമാവലികളും കർമാനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. അത്തരം കർമാനുഷ്ഠാനങ്ങളുള്ള ഒരു മതത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഹെബ്രായ സഭയോട് പറയുകയാണ്, വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഹെബ്രായ സഭയോട് പറയാണ്, ന്യായപ്രമാണം എന്ന നിങ്ങളുടെ പിതാക്കന്മാർ ആചരിച്ചു വന്നതും നിങ്ങൾ ഇതിലേക്ക് ഈ കൃപയാലുള്ള രക്ഷയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ പ്രമാണിച്ചു വന്നതുമായ ന്യായപ്രമാണം എന്തല്ല, കാര്യങ്ങളുടെ സാക്ഷാൽ തനിരൂപമല്ല, പക്ഷെ അതെന്താണ്, കേവലം നിഴൽ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു നിഴൽ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാവണം? ഒരു പൊരുൾ ഉണ്ടായിരിക്കണം, അല്ലേ? നമുക്കറിയാം, സൂര്യന്റെ മുമ്പിൽ നമുക്ക് മുമ്പിൽ ഒരു നിഴൽ ഉണ്ടാകുമ്പോൾ ആ നിഴല് രാവിലെ സമയം വളരെ നീളത്തിലുള്ള നിഴലായിരിക്കും. ആ നിഴൽ നോക്കി ആ നിഴലിന്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം ആ നിഴലിന്റെ ആളാരാണെന്നുള്ളത്. അപ്പം ന്യായപ്രമാണം എന്നുള്ളത് ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. കർമാനുഷ്ഠാനങ്ങളും ആടുബലികളും കാളബലികളും ഈ ബലികളൊക്കെ യഥാർത്ഥ ക്രിസ്തുവിന്റെ ബലിയുടെ നിഴൽ മാത്രമായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം പഠിക്കും. For the law having a shadow of good things to come, and not the very image of the things, can never with those sacrifices which they offered year by year continually. ആണ്ടോടാണ്ട് അർപ്പിക്കപ്പെടുന്ന പാപപരിഹാര ബലികൾക്ക് കഴിയാത്തത്. ആ ന്യായപ്രമാണം നമുക്കറിയാം, മതങ്ങൾക്ക് പാപപരിഹാരത്തിന്റെ കാര്യങ്ങളുണ്ട്. ഈവൻ ക്രിസ്തീയ മതങ്ങളിൽ പോലും പാപത്തിന്റെ പരിഹാരമായി ആളുകൾ കുരിശെടുത്ത് മലചവിട്ടാറുണ്ട്, കല്ലിയുമെന്ന് മല കയറി പോകാറുണ്ട്. കുംഭസാരം എന്ന് പറഞ്ഞൊരു മനുഷ്യന്റെ അടുക്കൽ പാപങ്ങൾ ഏറ്റുപറയുന്ന പതിവുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഇതര മതങ്ങൾക്ക് സക്കാത്തും അതുപോലെ തന്നെ തീർത്ഥാടനങ്ങളും അതുപോലുള്ള യാത്രകളുണ്ട്. രാജ്യങ്ങൾ കടന്ന് മക്കയ്ക്കും മദീനയ്ക്കും പോകുന്ന യാത്രകളുണ്ട്. ഹല്ലേലൂയ. അതുപോലെ ഹൈന്ദവ മതങ്ങൾക്ക് അവരുടെ ദേവീദേവന്മാരുടെ അടുക്കിലേക്ക് പാപപരിഹാര ചുമടുമായി ആണ്ടോടാണ്ട് പോകുന്നുണ്ട്. 10ഉം 20ഉം വർഷം ഒരേ വിഷയത്തിന് വേണ്ടി ചുമടെടുത്ത് വെറുതെടുത്ത് പോയിട്ടും ഒരു പ്രയോജനമില്ല. എന്നാൽ പ്രയോജനമുള്ള ഒന്നുണ്ടെന്ന് എബ്രായർ 10:14 വരുമ്പോൾ പൗലോസ് പറയുകയാണ്. 10:14 നാം ഇങ്ങനെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യാഗങ്ങളും കർമ്മങ്ങളും യാത്രകളും തീർത്ഥാടനങ്ങളും ദാനധർമ്മങ്ങളും ചെയ്ത് നിങ്ങൾ മടുത്ത വ്യക്തിയാണെങ്കിൽ, നിങ്ങളോട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരിക്കലായിട്ട് ക്രിസ്തു കാൽവരിയിൽ അർപ്പിച്ച ഏകയാഗത്താൽ അവൻ നിങ്ങളെ സൽഗുണപൂർത്തി വരുത്തി. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി നിങ്ങൾ ഗുണമുള്ളവരാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ കർമാനുഷ്ഠാനങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ഏത് മത സംവിധാനത്തിനും ആ കർമാനുഷ്ഠാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പൊരുളുണ്ട്. എന്നാൽ ആ പൊരുൾ കാണുന്നതിൽ എല്ലാവരും പരാജയപ്പെട്ടു പോകുന്നു. അവിടെയാണ് കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിന് ഭൂമിക്കും മധ്യേ 3 ആണികളെ തൂങ്ങിക്കടന്ന് ശ്വാസം കിട്ടാതെ രക്തം വാർന്ന് പിടഞ്ഞു മരിച്ച ഒരുവനുണ്ട്. അവൻ സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരമായി തന്റെ ജീവരക്തത്തെ ഒടുക്കിയെങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നാം അവകാശികളാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് വിശേഷതയുണ്ടോ എന്ന് പൗലോസ് ചോദിക്കുന്നു. അശേഷമില്ല. കർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന മനുഷ്യന് വിശേഷതയില്ല. എന്നാൽ കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തുവിന്റെ പരമയാഗത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് വിശേഷതയുണ്ട്. അവൻ വിശേഷപ്പെട്ടവനാക്കാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സൽഗുണപൂർണനാകുവാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ നിത്യത ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ മറ്റുള്ളവർക്ക് ലാഭമാകുവാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ലാഭമാകുവാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം വളരെ സ്പഷ്ടമായി പറയുന്നു, ഹല്ലേലൂയ, എന്റെ വചനത്തെ നിവർത്തിക്കാൻ ഞാൻ ജാഗരിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഞാൻ ജാഗരിച്ചു കൊള്ളാം. നാം തുടക്കത്തിൽ വായിച്ചു കേട്ടു. ഹല്ലേലൂയ. യെശയ്യാവ് 55 നമുക്ക് കുറിവാക്യത്തിലേക്ക് മടങ്ങിപ്പോകാം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ള നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിന് പുറകിലുള്ള 2-3 വാക്കുകൾ വായിക്കാം. ആദ്യത്തെ 7-ാമത്തെ വാക്യം മുതൽ, ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്കറിയാം, ഫലമില്ലാത്തവനെല്ലാം ദുഷ്ടന്മാരാണ്. നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നെങ്കിൽ സമൂഹത്തിന് നമുക്ക് യാതൊരു നന്മയും ചെയ്യാനില്ല. നമുക്കറിയാം, മനുഷ്യവർഗം അന്യോന്യം നന്മ ചെയ്ത് ജീവിക്കണമെന്നാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആയിരിക്കാം, എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ആളായിരിക്കാം നമ്മൾ. പക്ഷേ പല കാര്യങ്ങൾക്കും നമുക്ക് മനുഷ്യരുടെ സഹായം വേണം. നമ്മൾ വീണ് കിടന്നാൽ കൈ ഉയർത്താൻ, പിടിച്ചു വരുന്ന ഒരു സഹായി വേണ്ടി വരും. അതുപോലെ നമുക്ക് വിശക്കുമ്പോൾ ആഹാരം തരാൻ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. അപ്പൊ പരസ്പര പൂരകമായിരിക്കേണ്ടതിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇന്ന് തിന്മ ചെയ്യുകയും അപരനെ ദുഷ്ടനായി എണ്ണുകയും തന്റെ വിശ്വാസ പ്രമാണത്തിന് നിരക്കാത്ത വിശ്വാസ പ്രമാണമുള്ളവനെ അവനെ നശിപ്പിക്കണമെന്നും കൊല്ലണമെന്നും അത് ദൈവത്തിന് തങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് അത് പ്രസാദമാണെന്നും പഠിപ്പിക്കുന്ന ഒരു ലോകത്തിൽ ഹല്ലേലൂയ, യഹൂദനെയും ക്രിസ്ത്യാനിയെയും ഹല്ലേലൂയ അവനെതിരെ പ്രവർത്തിക്കുന്നൊക്കെയും തന്റെ ദൈവത്തിന് പ്രസാദമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിൽ ഇന്ന് ഓരോരുത്തരും മതങ്ങളുടെ വേലിക്കെട്ടിലേക്ക് തന്നെത്താൻ ചുരുങ്ങിക്കൊണ്ട് ജീവനുള്ള ദൈവത്തെ അറിയാതെ, അത് എന്നെ പോലെ തന്നെയുള്ള ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും അവൻ എന്റെ സഹോദരനാണ്, അവന്റെയും എന്റെയും സൃഷ്ടികർത്താവ് ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നറിയാൻ. മനുഷ്യൻ ബുദ്ധി കൂടി വിദ്യാഭ്യാസം വന്നപ്പോൾ മനുഷ്യൻ പോക്കറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയി. മതങ്ങളും സമുദായങ്ങളുമാകുന്ന പോക്കറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയി. എന്നാൽ ബുദ്ധിയുള്ള മനുഷ്യനറിയാം, ഈ വാദമുഖങ്ങൾ മുന്നോട്ട് കൊണ്ടുവച്ച് അവരെ നിഗ്രഹിക്കുന്നവൻ അറിയുന്നില്ല താൻ തെരഞ്ഞെടുത്തതല്ല ഈ മതം, മറിച്ച് താൻ ജനിച്ചതുകൊണ്ടാണ്. ഒരുവൻ യഥാർത്ഥ സത്യത്തെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അവൻ ഇതിൽ നിന്നെല്ലാം ജയം പ്രാപിക്കും. അവൻ ഇതിനെ മേധ നടന്ന് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സത്യദൈവം ആ ഒരേ ഒരു ദൈവമേ ഉള്ളൂ സകല മനുഷ്യർക്കും വേണ്ടി ഈ ഭൂമിയിൽ ഈ സൃഷ്ടിച്ച സകല മനുഷ്യരെ വീണ്ടെടുക്കുവാൻ. അവന്റെ പാപത്തിന്റെ പരിഹാരമായി ഒരേ ഒരു യാഗം അർപ്പിച്ച് അവൻ വിശ്വസിക്കുന്നവരെ ലാഭമുള്ള ജീവിതം നയിക്കാൻ, പ്രോഫിറ്റബിൾ ആകുവാൻ, സൽഗുണപൂർണ്ണനാക്കുവാൻ തീർക്കുന്ന ഒരു വിശ്വാസ പ്രമാണമേ ഉള്ളൂ. അത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. അത് ഞാൻ സേവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. അത് അവൻ നമ്മുടെ കൈവശം നിൽക്കുന്ന 66 അധ്യായങ്ങളുള്ള വേദപുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ, അവനോട് കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മൾ എത്രമാത്രം ദുഷ്ടനായിരുന്നു, നേർവഴി വിട്ട് നടക്കുന്നവനായിരുന്നു. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ, നിനക്കൊരു ശിക്ഷയുണ്ട്, നീ ആ ശിക്ഷ സ്വീകരിച്ചിട്ട് ഇനി നന്നായിക്കൊള്ളാൻ പറയുകയല്ല, മറിച്ച് ഞാൻ നിന്നോട് കരുണ കാണിക്കാം. നീ അത് വിട്ടു തിരിഞ്ഞു വന്നാൽ ഞാൻ നിന്നോട് കരുണ കാണിക്കാം. നീ അത് വിട്ടു എങ്കിലും നീ അത് ചെയ്തതായോണ്ട് നിനക്ക് ശിക്ഷ എന്നുള്ളതല്ല. നമ്മുടെ ബൈബിൾ യെശയ്യാവ് 53 പറയാണ്, നമ്മുടെ ശിക്ഷാവിധി അവന്റെ മേലായി, അവൻ വഹിച്ചു നമ്മുടെ ശിക്ഷാവിധി. ഇനി നമുക്ക് ശിക്ഷാവിധി ഉണ്ടാവാതിരിക്കണമെങ്കിൽ നാം ദൈവത്തിന് കൊള്ളാവുന്നതായി ജീവിക്കണം. ഓക്കെ, യഹോവയിലേക്ക് തിരിയട്ടെ, അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അടുക്കിലേക്ക് ആര് തിരിഞ്ഞാലും അവന്റെ പഴയ പാപങ്ങളെ മുഴുവൻ ദൈവം മായ്ച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഏക സത്യദൈവമായ യഹോവ പറയുന്നു, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളല്ല, എന്റെ വിചാരങ്ങൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങളല്ല. പ്രൈസ് ദി ലോർഡ് എന്ന് യഹോവ അരുളി ചെയ്തു.
ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും, ഹല്ലേലൂയ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാളും ഉയർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് അരുളി ചെയ്ത ഒന്നും പാഴല്ല. പ്രൈസ് ദി ലോർഡ്. അത് അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ്. അതിന്റെ സീസൺ ഉണ്ട്. ആ സീസണിൽ അത് ഫലം കായ്ക്കും. പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ ഇന്ന് നാം കേട്ട ദൈവത്തിന്റെ വചനം, യെരമ്യാ പ്രവാചകൻ തന്റെ ചെറിയ ബാല്യത്തിൽ തന്നെ ഹല്ലേലൂയ ഇസ്രായേലിന്റെ വിരോധമായി കഠിന വാക്കുകൾ ഉപയോഗിച്ചിട്ട്, തന്റെ നാവിൽ ദൈവം തന്ന കാഠിന്യ വാക്കുകളെ അങ്ങനെ തന്നെ ഉപയോഗിച്ച് അവരെ കർസ് ചെയ്ത് അവർക്ക് വരുവാനുള്ള ദൈവകോപത്തെ കുറിച്ച് പറയാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ബാലനാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർ പറഞ്ഞവർ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ യഹോവ പറഞ്ഞു, ഞാൻ എന്റെ വചനത്തിന്മേൽ ജാഗരിച്ചുകൊള്ളാം, നീ ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. കാരണം അത് സംസാരിച്ചത് ഞാനാണ്, ഞാനത് നിവർത്തിക്കും നിശ്ചയം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നാം വായിക്കുന്ന 66 ഗ്രന്ഥങ്ങളിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകത്തിലെ അവസാന വാക്യം വരെയും ദൈവത്തിന്റെ വചനമാണ്. അത് ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ടു വന്ന വചനമാണ്. അത് അതിന്റെ പ്രവൃത്തിയെ നിവർത്തിക്കാതെ മടങ്ങയില്ല. അത് നമ്മുടെ ജീവിതത്തിലും നിശ്ചയമായും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ പ്രഭാത സമയത്ത് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ സങ്കീർണ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, ഹല്ലേലൂയ, മനം തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. എന്നാൽ അവിടെ നിന്നെല്ലാം വിടുവിക്കാൻ കഴിയുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. അവൻ സൃഷ്ടികർത്താവ് എന്നുള്ള നിലയിൽ നമ്മളെ സൃഷ്ടിച്ച അപ്പനാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള അവകാശം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയത്. പല മതങ്ങളിലും ദൈവങ്ങൾ അവർക്ക് ഹല്ലേലൂയ അവരുടെ യജമാനാണെങ്കിൽ, വിശ്വാസികൾ അടിയാങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, സ്ലേവ്സ് ആണെങ്കിൽ, അടിമകളാണെങ്കിൽ, പലയിടത്തും ഭക്തന്മാരും ദൈവമാണെങ്കിൽ, ക്രിസ്ത്യാനിറ്റിയിൽ അപ്പനും മകനുമായിട്ടുള്ള ബന്ധമാണ്. അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങുക. അപ്പൻ ഹല്ലേലൂയ കൈവിരിച്ചു നീട്ടി നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട്. അധൂർത്തപുത്രന്റെ ഉപമയിൽ എന്നതുപോലെ നമുക്ക് വേണ്ടി കരങ്ങൾ വെച്ച് കാത്തിരിക്കുന്ന, നാം മടങ്ങി വരുമ്പോൾ മാറോട് ചേർത്ത് ഹഗ് ചെയ്യുന്ന ഒരു അപ്പൻ നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഭാരം പ്രയാസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മുടെ സങ്കടങ്ങൾ ആദിവ്യാധികൾ ഏൽപ്പിച്ചു കൊടുക്കാം. അത് ഒരുപക്ഷെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നാം നിർണയിക്കുന്ന സമയമല്ല, അവൻ നിർണയിക്കുന്ന സമയത്ത് പരിഹാരം ചെയ്യുന്ന ദൈവമായിരിക്കുന്നുണ്ട്. അവന്റെ സന്നിധിയിലേക്ക് നമ്മൾ തന്നെ താഴ്ത്തി കൊടുക്കാം. നമ്മൾ കണ്ണുകളെ തിരുമുമ്പാകെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.